ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പാട്ടുകളും കാണണം. ഇത് സെക്കൻഡ് പാർട്ടാണ്. സോ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഈ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പല്ല് അകന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ മോണ ഭയങ്കര വേദനയായിരിക്കും. മോണ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗമ്മ്. ഓക്കെ, ഗമ്മ് ഭയങ്കര, അതായത് നിങ്ങൾക്ക് തൊട്ട് നോക്കുമ്പം ഇല്ലെങ്കിൽ ഭയങ്കരമായ വേദന, അങ്ങനെയല്ല, എന്തൊരു ഇറിറ്റേഷൻ. നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കുകയാണെങ്കിൽ അതിന് ഒരു വേദന ഉണ്ടായിരിക്കില്ല. നമ്മുടെ കൈ ഇപ്പം ഇങ്ങനെ തൊടുന്നു, നമുക്ക് നീരോ ഇല്ലെങ്കിൽ വേറെ നീർവീക്കമോ ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊടുമ്പോൾ വേദനിക്കില്ല. പിച്ചുക മാന്തുക അല്ല ഉദ്ദേശിച്ച് നോർമലി തൊടുമ്പോൾ വേദന എടുക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ബോഡി പാർട്സും. നമ്മുടെ നഖങ്ങൾ പോലും, നഖത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പോൾ മോണയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കുത്തൽ പോലെ എന്തൊരു സെൻസിറ്റിവിറ്റി ഒരു സംഭവം ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് ഉണ്ടെങ്കിൽ ഗ്രാജുവലി നിങ്ങളുടെ പല്ല് ചെറുതായിട്ട് തള്ളി വരുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ പൊക്കം കൂടി വരുന്നു. പൊക്കം കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഞെരുക്കം കാരണം. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കയ്യിൽ മോതിരം ഇട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ഞെരുങ്ങി എന്ത് ചെയ്യും? ഇത് മുകളിൽ കയറി വരും. ഇപ്പോൾ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് പല്ല് പോകും. ഇതിപ്പോൾ ഞാൻ വലിച്ചെടുത്തതാണ്, ബട്ട് ഇതാണ് ആ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോൾ ഞെരുക്കം വരുമ്പോൾ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരാൻ തുടങ്ങും. പല്ല് വെളിയിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഇതെന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ മോണ അകലാൻ തുടങ്ങും, മോണ ഓപ്പൺ ആയിട്ട് വരും. ഇത് ആക്ച്വലി നമ്മുടെ പ്രൊട്ടക്ഷൻ ഏരിയ ആണ്. അതൊരു പോക്കറ്റ് പോലെ ഇങ്ങനെ നമ്മുടെ പല്ല് സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓപ്പൺ ആയിട്ട് നല്ല എന്തായിരിക്കും സംഭവിക്കുന്നത്? ഗ്രാജുവലി നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ഇതിനിടയിൽ കയറി ഇരുന്നിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്ന ഈ പറയുന്ന പോലെ ഒരു ചോറോ ഇല്ലെങ്കിൽ കഴിക്കുന്ന എന്തെങ്കിലും സംഭവം ഒരു വലിയൊരു പാർട്ടിക്കിൾ, അങ്ങനെയല്ല. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ കയറി അതങ്ങനെ ഇരുന്ന് നമ്മുടെ ബ്ലഡുമായിട്ട് ലയിച്ച് അവിടെ ഇൻഫെക്ഷൻ വരും. അതാണ് ഇതിന്റെ ഫസ്റ്റ് രീതി എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ പല്ലുകൾക്ക് ചെറിയൊരു ആട്ടം ഉണ്ടായിരിക്കും. യൂഷ്വലി ഡോക്ടേഴ്സ് പറയുന്നത് കാര്യമാണ്, ഇതൊക്കെ സ്വാഭാവികമാണ്. പല്ല് സ്ട്രോങ് ആണോ, മോണ സ്ട്രോങ് ആണോ, ഒരു പ്രോബ്ലം ഇല്ലേ, അത് അനങ്ങില്ല അവിടെ നിന്ന്. ഇഫ് യു ഹാവ് എനി ടൈനി കൈൻഡ് ഓഫ് എന്തെങ്കിലും ആട്ടം ഉണ്ടെങ്കിൽ അതിനർത്ഥം there is something issue. അത് നിങ്ങൾ കൺസൾട്ട് ചെയ്തേ പറ്റുള്ളൂ. ഏതെങ്കിലും ഡോക്ടർ പറയാണ് എന്താണെന്നറിയില്ല, ഇറ്റ്സ് എ ബിഗ് റെഡ് ഫ്ലാഗ്. ബാക്കി ഞാൻ അടുത്ത പാട്ടിൽ പറയാം.